ഗായ്സ്, ചിക്കൂസ് ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വട്ടവട ഹിൽ സ്റ്റേഷനിലാണ്. ചിക്കുവിനോടൊരു വ്ളോഗ് ചെയ്യാൻ പറഞ്ഞതാണ്, പക്ഷേ ആൾക്കതിൽ അന്നേരം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ എടുക്കുവാണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജ്, റോസ് വില്ല എന്നാണ് ഇതിൻ്റെ പേര്. പാമ്പാടും ചോല നാഷണൽ പാർക്കിൻ്റെ അടുത്തായിട്ടാണിത്. വളരെ കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആണ്. അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ. കണ്ടോ, ഒരൊറ്റ കോട്ടേജാണിത്. ഡോർമെട്രീസും ഉണ്ട്, റൂമും ഉണ്ട്. ഇപ്പം ഞങ്ങൾ 19 പേരുണ്ടായിരുന്നു. 19 പേർക്കും കൂടി ആ ഒരു കോട്ടേജ് മതിയായിരുന്നു. ഈ ചൂട് സമയത്ത് വലിയ തണവുണ്ടാവില്ലല്ലോ എന്ന് കരുതി ഞങ്ങൾ സ്വെറ്ററും കാര്യങ്ങളൊന്നും കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പറയാം, അടിപൊളി തണവായിരുന്നു. അടിപൊളി തണവെന്ന് പറഞ്ഞൊരു 6-6:30 മണിയായപ്പോഴത്തേക്കും നല്ല തണവായിരുന്നു. രാത്രി ഒരു 13-14 ഡിഗ്രിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ടെമ്പറേച്ചർ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുറേ സ്ട്രോബെറി ഫാമുകളുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. കാരണം ഞങ്ങളിവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ആ ടൈമിൽ പിന്നെ സൈറ്റ് വിസിറ്റിംഗ് ഒന്നും ഉണ്ടാവില്ലല്ലോ. സോ ഞങ്ങളുടെ കോട്ടേജിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. ആ പോണ വഴിയിൽ കുറേ സ്ട്രോബെറി ഫാം ഉണ്ട്. ഞങ്ങളവിടെ ഒരു സ്ട്രോബെറി ഫാമിൽ കയറി. അവർ അപ്പോൾ തന്നെ അതിൽ നിന്ന് സ്ട്രോബെറി പറിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. പിന്നെ ഇതേ സ്ട്രോബെറി വെച്ചിട്ട് അവരവിടെ ജാം ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ വൈൻ കിട്ടുന്നുണ്ട്. ജാമും വൈനും ഞങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങളത് വാങ്ങിക്കുകയും ചെയ്തു. പിന്നെ ഇതൊക്കെ കഴിക്കുന്ന തിരക്കിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് ഇവർ ഈ വോക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്.